ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഫോറക്സ് ബോട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടാണെന്ന് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ല സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സെൻഡ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റോ കിട്ടി നമ്മുടെ അക്കൗണ്ടൊക്കെ ഡബിൾ ആക്കിയ ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഫ്രീ ആയിട്ട് ലഭിക്കുക അതിൻ്റെ റെഫറിൽ ഏതെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അതുവഴി നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ XNS ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ XNS നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല. നമ്മൾ അത് ട്രെൻഡ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ബൈ ഓർ സെല്ല് നമ്മളിതിൽ ആക്റ്റീവ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ട്രെൻഡ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ റെഫറിലേക്ക് മാറിയ ശേഷം ഈ ബോട്ട് നിങ്ങൾക്ക് തരുന്നതിനോട് കൂടെ തന്നെ ഒരു വീഡിയോ തരുന്നതാണ്. എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഒരു വീഡിയോ തരുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ഇന്ന് ട്രേഡ് ഞാനിത് പുതിയ അക്കൗണ്ടിൽ നിന്ന് ആക്റ്റീവ് ആക്കിയതാണ്. അപ്പോൾ ഇന്ന് ഏകദേശം 5% ആണ് അതിൽ റിട്ടേൺ തന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 10,000 സെൻറ്റാണ്. 10,000 സെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് $100 $100 വെച്ച് നമ്മൾ 10,000 സെൻറ്റ് ആക്കിയിട്ടാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. സെൻറ്റ് അക്കൗണ്ടിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏത് ബോട്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൽ 10,000 സെൻറ്റിന് ഞാൻ ഡെയിലി നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് 500 സെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് 500 സെൻറ്റ് അല്ലെങ്കിൽ ലോസ് 500 സെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ദിവസത്തെ ട്രേഡ് ഡിസേബിൾ ആവും. ഇപ്പം ഇന്ന് 500 സെൻറ്റ് പ്രോഫിറ്റാണ്. ഇന്നാണ് ഫസ്റ്റ് ഇതിൽ ട്രേഡ് ഈ ഒരു അക്കൗണ്ടിൽ ട്രേഡിംഗ് ഉള്ളത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 5 പോയിൻ്റാണ് നമുക്ക് ടാർഗറ്റ്. 5 പോയിൻ്റ് അടിച്ചിട്ട് ഏകദേശം 508 ഇതിൽ കാണിക്കുന്നത്. 500 മുകളിൽ വന്നു കഴിഞ്ഞാൽ അന്ന് ട്രേഡ് എടുക്കില്ല. അത് ഇനാക്റ്റീവ് ആയിരിക്കും. ബോട്ട് ഇനാക്റ്റീവായി ഓട്ടോമാറ്റിക്. ഇനി അടുത്ത 24 ഹവേഴ്സിന് ശേഷമായിരിക്കും ഇത് ആക്റ്റീവ് ആവുക. അല്ലെങ്കിൽ പുതിയ ദിവസം നാളെ രാവിലെ ആയിരിക്കും ഇത് ഓപ്പൺ ആവുക. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇത് $500 പറഞ്ഞതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ബൈ ആണ് സെല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് TP ഡിസ്റ്റൻസും അതിൽ നമ്മൾ XNS 3 ഡിജിറ്റുള്ള ബ്രോക്കേഴ്സ് ആണെങ്കിൽ ഇതിൽ XNSൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റിന് ശേഷം 3 ഡെസിമലായിരിക്കും വന്നത്. 3 അക്കം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ നമ്മൾ ഗ്രിഡ് ഗ്യാപ്പ് 1000 ആണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ സ്റ്റാർ, അൽപ്പാരി, XM അതുപോലെ വാൻറ്റേജ് തുടങ്ങിയ ബ്രോക്കേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് 500 ഇവിടെ 100 കൊടുക്കണം. അതുപോലെ TP 50 ആണ് കൊടുക്കേണ്ടത്. അതൊക്കെ സെറ്റിങ്സ് ഞാനിതിൻ്റെ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ഫയൽ തരുന്ന സമയത്ത് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇതിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല, സ്റ്റോപ്പ് ലോസ് അല്ല TP ഉണ്ടായിരിക്കുക. സ്റ്റോപ്പ് ലോസ് ബൾക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. അഥവാ $500 താഴെ 500 ആണ് 5% നിങ്ങളെ ഈ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ടോട്ടലി 5% ഇതിൻ്റെ വരികയാണെങ്കിൽ ഡ്രോഡൗൺ വരികയാണെങ്കിൽ അപ്പോൾ അന്ന് ആ ട്രേഡ് ഡിസേബിൾ ആവും. ഇതിൽ 500 എന്ന് പറഞ്ഞത് നമുക്ക് ഫസ്റ്റിൽ ഒരു TP എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ അങ്ങനെ 10 ട്രേഡുകളായിരിക്കും ടോട്ടൽ വരും. ഇപ്പോൾ കണ്ടില്ല 13 ട്രേഡുകൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് ഇന്ന്. അപ്പോൾ അതനുസരിച്ച് അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതുവരെ വേറെ അക്കൗണ്ടിലായിരുന്നു. കോമൺ ആയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിലായിരുന്നു വെച്ചിരുന്നത്. അതിന് ശേഷമാണ് ഇതിനായിട്ടൊരു അക്കൗണ്ട് ഞാൻ വെച്ചത്. അപ്പോൾ പഴയ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ 17-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം നമുക്ക് SL വന്നിട്ടില്ല ഇതുവരെ. SL വരാതെ നമുക്ക് ഓരോ ദിവസവും 5% അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2,500 25% 5 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയിരിക്കില്ല. നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അന്ന് 500 വരുള്ളൂ. മാക്സിമം $500 അതുപോലെ $5 മാത്രമേ ഒരു ദിവസം മാക്സിമം നമുക്ക് ലോസ് വരികയാണെങ്കിലും പ്രോഫിറ്റ് വരികയാണെങ്കിലും കിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ട്രേഡിൽ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നമുക്കൊരു 20 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ ഡബിൾ ആക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ട്, നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ടെസ്റ്റിംഗ് അല്ല, ഇത്
നമ്മളാദ്യം ഐലോ എങ്ങനെയാണ് നമ്മളൊരു ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പിൽ എങ്ങനെയാണ് ഐലോ അതുപോലെ ട്രെൻഡ് മനസ്സിലാക്കിയ ശേഷം അതിന് എങ്ങനെയാണിത് നമ്മളിത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബോട്ടിൻ്റെ ലക്ഷ്യം. അഥവാ ഇത് നമ്മൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ കുറച്ച് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻ വർക്ക് ചെയ്യുന്ന പോലത്തെ നമ്മുടെ അക്കൗണ്ട് ബ്ലോ ആകുന്ന രീതിയിലാണ് പലപ്പോഴും ബോട്ടുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പോൾ ഡെയിലി ഒരു $500 അഥവാ $5 കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് 5% ആണ് $100 കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇക്വിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇക്വിറ്റി കൂട്ടിയ ശേഷം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതി ചെയ്യാം. അപ്പോൾ ഇത് വേണ്ടവർ ഇപ്പോൾ നിലവിൽ എൻ്റെ റെഫറിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ റെഫറിലേക്ക് മാറ്റിയാലും മതി. അതല്ല നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വാൻറ്റേജിലോ അല്ലെങ്കിൽ സ്റ്റാറിലോ അൽപ്പാരിലോ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് XNS ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നിങ്ങൾ പുറത്തെ ആളുകളാണെങ്കിൽ XNSലാണ് ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഈ ബോട്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം എക്സിക്യൂഷൻ ഫാസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബോട്ട് നിങ്ങളെ ലൈവ് അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതിനുശേഷം ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ വീഡിയോ കാണാം. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് വേണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടോ. അപ്പോൾ ഏതൊരു ബോട്ടും നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മില്യണർ ആവാനും കഴിയില്ല. കൺസിസ്റ്റൻസി ആയിട്ട് വളരെ നമ്മൾ സെക്യൂറായിട്ട് സേഫായിട്ട് നോക്കുന്ന ഈ ബോട്ടുകൾ നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ റെഫറിലേക്ക് മാറ്റുക. XNS ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് XNS എങ്ങനെ മാറ്റേണ്ടത് എന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ അയച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കതിലും മറ്റൊരു വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.